ഈ വർഷത്തെ SSLC +1 +2 റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഓർ അവരുടെ പാരൻസ് ആണ് നിങ്ങളെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിയാൽ മനസ്സിലാകും SSLC റിസൾട്ട് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് 1, 2, 3 ആത്മഹത്യാ കേസുകൾ, സൂയിസൈഡ് കേസുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ വല്ല ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ഓൺലി ഹാവ് ടു ആസ്ക് വൺ സിംഗിൾ ക്വസ്റ്റ്യൻ. അല്ലടിച്ച് പൊട്ടനാണോ? സീരിയസ്ലേക്ക് പൊട്ടനാണോ? അല്ലാണ്ട് വേറെ എന്ത് ചോദിക്കുക? വെറും മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ കളയാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെക്കാട്ടും വലിയൊരു തോൽവി ലോകത്ത് വേറെ അറിയും. സീരിയസ്ലി. ഇനിയിപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടോ എന്തപ്പോൾ ഉണ്ടാവുക? കുറഞ്ഞ മാർക്ക് കൂടി കിട്ടോ? ഫെയിൽ ചെയ്ത് പാസ്സായി കിട്ടോ? നിങ്ങളുടെ വിജയം ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അധ്യാപകർ. അവരുടെ കണ്ണുനീര് മാത്രം മിച്ചം. അല്ല, അറിയാൻ മേലേൻ്റെ ചോദിക്കുകയാണ്. നിങ്ങളെന്താ ലൈഫിനെ പറ്റി വിചാരിച്ചു വെച്ചേക്കണേ? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രസവം മുതൽ തുടങ്ങി SSLC വരെ അവസാനിക്കുന്ന ഒരു ഹിൽ ക്ലൈം റേസ് എന്നാണോ? ജസ്റ്റ് റിയലൈസ് ദാറ്റ് SSLC ഈസ് നോട്ട് ദ ഡെഡ് ലൈൻ ഓഫ് യുവർ ലൈഫ്. അത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കും. നിങ്ങൾ SSLC പഠിച്ചതല്ല പഠനം. ഇതുവരെ നിങ്ങളുടെ മാതാവ് നിങ്ങളെ മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ അധ്യാപകർ. ഈവൻ യു ഹാവൻ റിയലി അണ്ടർസ്റ്റുഡ് വാട്ട് റിയലി ട്രൂ ലവ് മീൻ. എന്താണ് ഹെൽത്തി റിലേഷൻഷിപ്പ്, എന്താണ് ബ്രദർഹുഡ്. അതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ കുറേ പോയി ആത്മഹത്യ പോയി. സൊസൈറ്റി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ഉണ്ട്. SSLC result defines who you are. What is your skill? What is your capability? What will be your future? നിങ്ങൾ കൊട്ടത്തേങ്ങ കേട്ടിക്കണം? കൊട്ടത്തേങ്ങ അത് തന്നെ. When all of these are completely wrong, man. ഇതൊക്കെ വെറും തെറ്റായ ധാരണകളാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിന് പോയി ചോദിച്ചു നോക്കി, നിങ്ങൾ എപ്പോഴാണ് വിജയിക്കാന്ന് അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, റിസൾട്ട് വന്ന ആ മൊമെന്റിലുണ്ടാവും ഇതുവരെ കാണാത്ത കുറേ എണ്ണം. എത്ര A+ ഉണ്ട്? ഫുൾ A+ ഇല്ല, ഇത്ര മാർക്കുള്ളൂ. ഇവരുടെയൊക്കെ ഇൻസൾട്ടിലും പ്രൊവോക്കിങ്ങിലും പ്രൊവോക്ഡ് ആവാത്ത ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റിലാണ്. ദാറ്റ് ഈസ് ദ മൊമെന്റ് യുവർ സക്സസ് ബിഗിൻസ്, മാൻ. എനിക്ക് കുട്ടികളുടെ പാരൻസിനോടും ടീച്ചേഴ്സിനോടും സംസാരിക്കണം. പ്ലീസ് ഡോണ്ട് കമ്പയർ. വേറൊരുത്തിന് മാർക്ക് ഷീറ്റ് എടുത്തിട്ട് കണ്ടോ, ഇവനിക്ക് ഇത്ര A+ ഉണ്ട്, എനിക്കില്ലല്ലോ. ഇവനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, എനിക്കില്ലല്ലോ. ഇവനിക്ക് ഇത്ര ഫുൾ മാർക്ക് ഉണ്ടല്ലോ. പ്ലീസ് ഡോണ്ട് കമ്പയർ. നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻസൾട്ടും ഏറ്റവും വലിയ ക്രൂരതയാണത്. കുട്ടികൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യൽ, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ് നിങ്ങൾ. യു ദ പാരൻസ്, യു ദ ടീച്ചേഴ്സ്. So please don't compare and don't give the stress. Please. So ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടോ. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിട്ടോ. ഞാനും വിജയിച്ചു, നിങ്ങളും വിജയിച്ചു. സോ വിജയിച്ചവർക്കും വിജയിക്കാത്തവർക്കും അഭിവാദ്യങ്ങൾ. ഇനിയും ആരെങ്കിലും സ്ട്രെസ് അടിക്കുന്നുണ്ടോ? ഇനിയും സ്ട്രെസ് അടിക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ള ചായ പോയി കുടിക്കട്ടാ. അല്ലാണ്ട് വേറെ എന്തിപ്പോൾ പറയാറ്. ഇൻഷാ അല്ലാഹ് ദ്വാരക്കട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.